എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തിലല്ല പുരുഷനിഷ്ടം. പെണ്ണിന്റെ ഈ ഗുണങ്ങൾ സ്വന്തമാക്കാനായിരിക്കും അവൻ കൊതിക്കുക. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയം തോന്നി സ്വന്തമാക്കിയ പങ്കാളിയുടെ പിന്നീട് പുരുഷൻ താല്പര്യം കുറയുന്നത് നാം പലപ്പോഴും കാണാറുണ്ട്. ഇതിന് പിന്നിൽ പല കാരണങ്ങളും ഉണ്ടാകും. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സ്വഭാവങ്ങൾ തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. സ്ത്രീകളുടെ ചില സ്വഭാവങ്ങൾ പുരുഷന്മാരെ ശല്യപ്പെടുത്തും. അതിനാൽ അവരുടെ പരസ്പര ആകർഷണവും കുറയും. എങ്കിലും സ്ത്രീകളുടെ ചില പ്രത്യേക ഗുണങ്ങളുണ്ട്. അതിൽ പുരുഷന്മാർ പെട്ടെന്ന് ആകൃഷ്ടരുമാകും. അത്തരം ഗുണമുള്ളവരെ സ്വന്തമാക്കാൻ അവർ ഇഷ്ടപ്പെടും. അത്തരം ഗുണങ്ങളുള്ള സ്ത്രീകളുമായുള്ള ബന്ധം എക്കാലവും നിലനിൽക്കുകയും ചെയ്യും. സ്ത്രീകളുടെ രൂപം, വസ്ത്രങ്ങൾ മുതലായവയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നതാണ് പ്രത്യേകത. പെണ്ണിന്റെ സൗന്ദര്യം ആൺകുട്ടികളെ ആകർഷിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. എന്നാൽ എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ പറയുന്നത് ശരിയല്ല. സ്ത്രീകളിലെ ചില സ്വഭാവങ്ങളും പുരുഷനെ ആകർഷിക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട്. സൗന്ദര്യമല്ലാതെ ഒരു സ്ത്രീയിൽ പുരുഷനെ ആകർഷിക്കുന്ന ആ കാര്യങ്ങൾ ഇനി പറയാം. ഒന്ന്, ആത്മവിശ്വാസമുള്ളവർ. ഓരോ മനുഷ്യന്റെയും ഏറ്റവും വലിയ സമ്പത്താണ് ആത്മവിശ്വാസം. നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ജീവിതം എങ്ങനെ നിയന്ത്രിക്കുന്നുവെന്നും കാണിച്ചു തരുന്നു. ചില പുരുഷന്മാർ സ്ത്രീകളുടെ ശാരീരിക രൂപത്തിലേക്ക് മാത്രം ആകർഷിക്കപ്പെടുന്നു. എന്നാൽ ഒരു സ്ത്രീയുടെ ആത്മവിശ്വാസത്തെ വിലമതിക്കുന്ന ധാരാളം പുരുഷന്മാരുണ്ട്. സമൂഹത്തെ അഭിമുഖീകരിക്കുവാനോ പ്രതിബന്ധങ്ങളോട് പോരാടുന്നതോ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു എന്നതിനെ കുറിച്ചുള്ള ആത്മവിശ്വാസമോ ആകട്ടെ, ഈ ശക്തമായ മനോഭാവം ഒരു പുരുഷന്റെ മനസ്സിൽ ഒരു സ്ത്രീയെക്കുറിച്ച് നല്ല മതിപ്പുണ്ടാക്കുന്നു. അടുത്തതായി, കരുതലുള്ളവർ. സമൂഹത്തിൽ സ്വതന്ത്രരായി നിൽക്കാൻ പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നു എന്നത് ശരിയാണ്. എന്നാൽ മറുവശത്ത് തന്റെ സ്ത്രീ പങ്കാളിയിൽ നിന്ന് അല്പം മാതൃസഹജാഭാവ ബോധം അനുഭവിക്കാനും അവർ ഇഷ്ടപ്പെടും. കഷ്ടതയുള്ള സമയങ്ങളിൽ പക്വതയോടെ എന്നാൽ ആർദ്രതയോടെ അവരെ പരിപാലിക്കാൻ കഴിയുന്ന സ്ത്രീകളെ പുരുഷന്മാർ ഇഷ്ടപ്പെടും. അടുത്തതായി, വ്യക്തിത്വമുള്ളവർ. മിക്ക പുരുഷന്മാരും സ്വതന്ത്രരും ജീവിതത്തിൽ വിജയിക്കാൻ ലക്ഷ്യങ്ങൾ ഉള്ളതുമായ ഒരു പങ്കാളിയെ ഇഷ്ടപ്പെടുന്നു. പുരുഷന്റെ അന്ധമായ അനുയായിയായി എന്നതിലുപരി സ്വന്തം ഐഡന്റിറ്റിയുള്ള സ്ത്രീകളിലെ പുരുഷന്മാർ പെട്ടെന്ന് ആകർഷിക്കപ്പെടും. പുരുഷന്മാർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ പങ്കിടാൻ കഴിയുന്ന ഒരാളെയാണ് ഇഷ്ടം. പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാനും അവർക്ക് സാധിക്കും. അടുത്തതായി, ലാളിത്യമുള്ളവർ. പുരുഷന്മാർ സ്ത്രീകളുടെ ലാളിത്യത്തിലേക്ക് ആകർഷിക്കപ്പെടും. പലർക്കും ഈ ഗുണം സ്ത്രീകളുടെ ഭംഗിയേക്കാൾ പ്രധാനമാണ്. ഒരു സ്ത്രീയുടെ സൗന്ദര്യവും ആർദ്രതയും സെൻസിറ്റിവിറ്റിയും പോസിറ്റീവ് മനോഭാവവുമാണ് ഒരു പുരുഷനെ അവളിലേക്ക് വീഴാൻ പ്രേരിപ്പിക്കുന്നത്. ലാളിത്യ മനോഭാവമുള്ള സ്ത്രീകളിലേക്ക് പുരുഷൻ പെട്ടെന്ന് ആകൃഷ്ടനാകുന്നു. അടുത്തതായി, സ്വകാര്യതയെ മാനിക്കുന്നവർ. തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കുകയും തങ്ങൾക്കായി സമയം ചെലവഴിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന സ്ത്രീകളിലേക്ക് പുരുഷന്മാർ എപ്പോഴും ആകർഷിക്കപ്പെടും. അതിനാൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നതായി തോന്നുമ്പോൾ അയാൾക്ക് കുറച്ചിടം നൽകുക. അല്ലാത്ത പക്ഷം അവരുടെ ഇഷ്ടം നഷ്ടപ്പെട്ടേക്കാം. അത് കുടുംബജീവിതത്തിൽ തർക്കങ്ങളും ഉണ്ടായേക്കാം.